اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وبه نستعين. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. 89-ാമത്തെ ഹിക്മത്താണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ജല്ല റബ്ബുന അൻ യുആമിലഹുൽ അബ്ദു നഖ്ദ ഫയുജാസിയഹു നസീഅ. ജല്ല റബ്ബുന, നമ്മുടെ റബ്ബ് പരിശുദ്ധനായിരിക്കുന്നു. അൻ യുആമിലഹുൽ അബ്ദു, ഒരു അടിമ അമൽ ചെയ്യുക. നഖ്ദൻ, റൊക്കമായിട്ട് ഒരു അടിമ അമൽ ചെയ്യുക. എന്നിട്ട് ഫയുജാസിയഹു, ആ അടിമക്ക് അല്ലാഹു തആല പ്രതിഫലം നൽകുക. നസീഅത്തൻ, അവധിക്ക് പ്രതിഫലം നൽകുക. അതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധനായിരിക്കുന്നു. അടിമ കൃത്യമായി അവൻ്റെ ഇബാദത്തുകൾ മുറ പോലെ ഓരോന്നിൻ്റെയും വഖ്ത് പ്രകാരം അള്ളാഹു നിശ്ചയിച്ചത് പ്രകാരം റൊക്കമായി ഒരു അടിമ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അമൽ ചെയ്യുന്നു. എന്നിട്ടോ പ്രപഞ്ചനാഥനാകുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല ഫയുജാസിയഹു നസീഅ, അള്ളാഹു തആല ആ അടിമ ചെയ്ത നന്മക്ക്, അതിൻ്റെ പ്രതിഫലത്തിന് അള്ളാഹു തആല കടം പറയുക എന്നുള്ളതിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമ റൊക്കമായി അള്ളാഹു തആലാക്ക് അമൽ ചെയ്യുമ്പോൾ ആ സ്പോട്ടിൽ തന്നെ ഒരു അടിമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നു. പാരത്രികമായ ലോകത്ത് എത്രയോ മടങ്ങ് പ്രതിഫലം, ഇവിടുന്ന് അള്ളാഹു നമുക്ക് നൽകിയ പ്രതിഫലത്തിനേക്കാൾ മടങ്ങ് പ്രതിഫലം ആഖിറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. നമ്മൾ പല നിലക്കുള്ള അമൽ ചെയ്യുന്ന ആൾക്കാരാണ്. അള്ളാഹു തആല കൃത്യമായി, ഇപ്പോൾ ഉദാഹരണം, ളുഹർ ഇന്ന വക്തിൽ നിസ്കരിക്കണം, ഒരടിമ നിസ്കരിക്കുന്നു. അസ്ർ ഇന്ന വക്തിൽ നിസ്കരിക്കണം, ഒരടിമ നിസ്കരിക്കുന്നു. ഓരോ ഔറാദുകളും വലീഫകളും അമലുകളും അള്ളാഹു തആല കൃത്യമായി ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു അടിമ അത് റൊക്കമായി കൃത്യമായി അതാത് സമയത്ത് ചെയ്തിട്ട് പ്രതിഫലം അവധിക്ക് വെക്കുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യൂല. അള്ളാഹു ഓൺ ദ സ്പോട്ടിൽ തന്നെ അതിൻ്റെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനു ഇൻ തത്തഖുല്ലാഹ്, ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹു തആലാക്ക് തഖ്വ ചെയ്താൽ യജ്അൽ ലക്കും ഫുർഖാന. ആ ഫുർഖാനെ കുറിച്ച് മഹാരഥന്മാരാകുന്ന ആളുകൾ പറയുന്നു, അതൊരു പ്രകാശമാണ്. ഹക്കിൻ്റെയും ബാത്തിലിൻ്റെയും ഇടയിൽ വിട്ടുപിരിക്കുന്നൊരു പ്രകാശം. ഒരു മനുഷ്യൻ അല്ലാഹു തആലാക്ക് തഖ്വ ചെയ്താൽ അവൻ്റെ ഹൃദയത്തിൽ പ്രപഞ്ചനാഥനാകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രണയിക്കാനും അല്ലാഹു തആലനെ സ്വീകരിക്കാനും പറ്റുന്നൊരു പ്രകാശത്തിനെ അല്ലാഹു തആല അവൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിക്കാൻ. വേറൊരു ഭാഗത്ത് അല്ലാഹു തആല പറയുന്നുണ്ട്, വത്തഖുല്ലാഹ, നീ അല്ലാഹു തആലാക്ക് തഖ്വ ചെയ്താൽ വയുഅല്ലിമുകുമുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ചില വിജ്ഞാനങ്ങൾ നൽകും. അതിൻ്റെ തഫ്സീറിലൊക്കെ മഹാരഥന്മാരാകുന്ന ആളുകൾ പറയുന്നുണ്ട്, നീ അല്ലാഹു തആലാക്ക് തഖ്വ ചെയ്യുമ്പോൾ, നമുക്കൊക്കെ അറിയാം ബഹുമാനപ്പെട്ട അല്ലാമ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു, ഇമാം ഷഅറാനി തങ്ങളുടെ ഷെയ്ഖ് ബഹുമാനപ്പെട്ട അലിയുൽ ഖവ്വാസ് റളിയല്ലാഹു അൻഹു. ഇമാം ഷഅറാനി എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പണ്ഡിതനാണ്.
ആ കാലഘട്ടത്തിലെ ഉലമാക്കൾക്കിടയിൽ ഏറ്റവും പ്രസിദ്ധിയുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു. എന്നാൽ അദ്ദേഹത്തിന്റെ ഷെയ്ഖാകുന്ന അലിയുൽ ഖവ്വാസ് ഉമ്മിയാണ്. എഴുത്തും വായനയും ഒന്നും പഠിക്കാത്ത ഉമ്മിയാണ്. ആ ഉമ്മിയായ അലിയുൽ ഖവാസിനെ ഉസ്താദായി ഷെയ്ഖായി ഇമാം ഷാറാനി അവരോധിച്ചു എന്ന് പറഞ്ഞപ്പോ നാട്ടിലുള്ള ഉലമാക്കളൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എന്തൊരു വിഡ്ഢിയാണ്, ഒരു എഴുത്തും വായനയും അറിയാത്ത ഒരു ജാഹിലായ ഒരു വ്യക്തിയെ നിങ്ങൾ ഷെയ്ഖാക്കുകയോ ഒരു ജാഹിലായ ഒരു വ്യക്തിയെ നിങ്ങൾ ഉസ്താദാക്കുകയോ എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാറാനി തങ്ങൾ പറഞ്ഞപ്പോ ഇമാം ഷാറാനി തങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, എൻ്റെ ഷെയ്ഖിന് നിങ്ങൾ പഠിച്ചതുപോലെ ഒരു ഉസ്താദിന്റെ കീഴിൽ പോയി അക്ഷരങ്ങൾ പഠിക്കേണ്ട ദർജയിലുള്ള ആളല്ല, ഒരു ഗുരുമുഖത്ത് നിന്ന് പഠിക്കേണ്ട ആളല്ല എൻ്റെ ഷെയ്ഖ് അലിയുൽ ഖവാസ്. അദ്ദേഹം ലദുന്നിയായ ഇൽമ് അല്ലാഹു തആല തന്നെ ഹൃദയത്തിലേക്ക് പഠിപ്പിച്ചു കൊടുത്ത വിജ്ഞാനങ്ങളുള്ള ആളാണ് അലിയുൽ ഖവാസ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു അലിയുൽ ഖവാസിന് ബയ്യത്ത് ചെയ്യുമ്പോൾ ആദ്യം പറഞ്ഞ നിബന്ധന എന്താണ്? നിങ്ങൾ ഇതുവരെ എഴുതിയുണ്ടാക്കിയ കിതാബുകളൊക്കെ ചുട്ടുകരിക്കാൻ വേണ്ടി പറഞ്ഞു. ഒരുപാട് രാവുകൾ ഉറക്കമൊഴിച്ച് ഹദീസുകൾ പരതി കിതാബുകൾ പരതി ഉണ്ടാക്കിയ കിതാബുകളൊക്കെ കത്തിച്ചു കളയാൻ വേണ്ടിയിട്ട് അലിയുൽ ഖവാസ് തങ്ങൾ പറഞ്ഞു. പക്ഷെ ഒരു സങ്കോചവുമില്ലാതെ ഒരു എതിർപ്പുമില്ലാതെ ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു അതൊക്കെ കത്തിച്ചു കളഞ്ഞു. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു അലിയുൽ ഖവാസിന്റെ കൈ പിടിച്ചതിന് ശേഷം ചില ഗ്രന്ഥങ്ങൾ എഴുതി. അതിൽ അല്ലാഹുവിന്റെ നൂറ് പടർന്ന ഗ്രന്ഥങ്ങളായിരുന്നു. അതാണ് യഥാർത്ഥ ഗ്രന്ഥങ്ങൾ. അപ്പൊ ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് റൊക്കമായി ഒരു കാര്യം ചെയ്താൽ ദുനിയാവിൽ അവനിൽ ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിക്കുന്നുണ്ട്. അല്ലാമ ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി തന്നെ യഖാദുൽ ഹിമം എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്, നീ ഒരു യഥാർത്ഥ അടിമയായി നീ അല്ലാഹു തആലക്ക് റൊക്കമായ ഇബാദത്ത് ചെയ്യുമ്പോൾ നിന്റെ ഹൃദയത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്റാറിന്റെ ഇൽമുകൾ നിക്ഷേപിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി തവജ്ജുഹാകാൻ പറ്റുന്ന അമൂല്യമായ നിധികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ഹൃദയത്തിൽ നിക്ഷേപിക്കുന്നുണ്ട് എന്ന് അല്ലാമ ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി തന്നെ പറയാൻ. പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ. അപ്പോൾ ഒരു മനുഷ്യൻ യഥാർത്ഥ അടിമയായി അല്ലാഹു തആല റൊക്കമായി സദാസമയത്തും ചെയ്യാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ യുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ, ഇരുട്ടിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശത്തിലേക്ക് അവനെ പുറപ്പെടുവിക്കും. ഇപ്പൊ അവൻ ഇരുട്ടാണ്. കുഫ്റാകുന്ന ഇരുട്ടിൽ നിന്ന് ഈമാനാകുന്ന പ്രകാശത്തിലേക്ക് അവൻ പ്രവേശിക്കും. മഅസിയത്താകുന്ന പാപമാകുന്ന ഇരുട്ടിൽ നിന്ന് അല്ലാഹു തആലാനെ അനുസരിക്കുക എന്ന് പറയുന്ന പ്രകാശത്തിന്റെ വഴിയിലേക്ക് അല്ലാഹു തആല അവനെ കൊണ്ടുപോകും. ഗഫലത്ത്, അല്ലാഹു തആലാനെ തൊട്ടുള്ള അശ്രദ്ധ എന്ന് പറയുന്ന ഇരുട്ടിൽ നിന്ന് യഖ്ലത്ത് എന്ന് പറയുന്ന അള്ളാഹുവിനെ കുറിച്ച് പൂർണ്ണമായും ശ്രദ്ധിക്കുന്ന തവജ്ജുഹാകുന്ന ഒരവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുപോകും. മാത്രമല്ല, ഈ ദുനിയാവിന്റെ ഫത്ഹുൽ കൗനിയാകുന്ന ദുനിയാവിന്റെ രഹസ്യങ്ങളിൽ നിന്ന് അൽ ഫത്ഹുർ റബ്ബാനിയാകുന്ന ഏറ്റവും ഉന്നതമായ രഹസ്യങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുപോകും. നമ്മൾ ചെയ്യുന്ന അമലുകൾക്കൊന്നും അല്ലാഹു തആല ആ സമയത്ത് പ്രതിഫലം നൽകുന്നില്ല എന്നാണോ നമ്മൾ വിചാരിക്കുന്നത്? അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓൺ ദ സ്പോട്ടിൽ തന്നെ റൊക്കമായി തിട്ട് തന്നെ തരാൻ കഴിവുള്ള ആളാണ് അല്ലാഹു തആല. ഒരടിമക്ക് കടം പറയുന്ന അവധിക്ക് വെക്കുന്ന ഒരു പണി, അതിനെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരമ്പൊരുളാകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധനാണ്. ഇനി നമ്മൾ എന്തു വേണം? മഹാന്മാരാകുന്ന ആളുകൾ പറയുന്നുണ്ട്, 3 കാര്യങ്ങൾ ഒരു വ്യക്തിയിൽ നടക്കണം. 1 തഖ്ലിയത്ത്, 2 തഹ്ലിയത്ത്, എങ്കിൽ 3 തജല്ലി. തഖ്ലിയത്ത് എന്ന് പറയുമ്പോൾ ഒരു യഥാർത്ഥ അടിമയാകണമെങ്കിൽ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലെ കച്ചറകൾ അവന് നീക്കണം, അവന്റെ പോരായ്മകളെ അവൻ എടുത്തെറിയണം. അതിനൊരു മുറബ്ബിയായ ശേഖ് വേണം. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന, അള്ളാഹുവിന്റെ ഹളറത്തുൽ ഖുദ്സിലേക്ക് അവൻ എത്തിക്കുന്ന ഒരു മുറബ്ബിയായ ശേഖുമായി ഒരാൾ ബന്ധപ്പെടുമ്പോ
അവന്റെ ഹൃദയത്തിൽ തഹ്ലിയത്ത് നടക്കും, കച്ചറകൾ നീക്കും. ഷെയ്ഖിന്റെ പണി അതാണ്. ഒരു മുരീദിന്റെ ഹൃദയത്തിലെ കച്ചറകളെ അവിടുന്ന് നീക്കം ചെയ്യുക. അഹങ്കാരം, അസൂയ, അകപ്പെരുമ, ഗീബത്തിന്റെയും നമീമത്തിന്റെയും ഉൾനാട്യത്തിന്റെയും ആ ഒരു കരാള ഹസ്തങ്ങളിൽ കിടന്ന് പടയുന്ന ആ മനുഷ്യന്റെ ഹൃദയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കൊണ്ട് അതിനെ വൃത്തിയാക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കൊണ്ട് സുറൂറുൽ ഖൽബി ദിക്റുല്ലാഹ് വ ഉൻസു നഫ്സി ഫിക്റുല്ലാഹ് വകൂനു ഔലിയാ അല്ലാഹ് ബിലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പെടണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന സാധനം കഴിക്കണം. അത് ഒരു മുറബ്ബി തരുന്ന ക്രമപ്രകാരം കഴിക്കണം. അത് കഴിക്കുമ്പോഴാണ് ഹൃദയത്തിന്റെ ഭാഗത്ത് തഹ്ലിയത്ത്, കച്ചറകൾ നീക്കുക, അടിക്കാട്ടുകൾ അടിച്ചുവാരി ശുദ്ധമായ നൽതണ്ണീർ അവിടെ തെളിച്ച് ശുദ്ധമായ സംസം കൊണ്ടത് കഴുകി അവന്റെ ഹൃദയം പൂർണ്ണമായി വൃത്തിയാക്കുമ്പോ അവന്റെ മുറബ്ബിയായ ഷേഖ് അവന്റെ ഹൃദയത്തിലേക്ക് ചില രഹസ്യങ്ങൾ ഇട്ടുകൊടുക്കും. ചില ഹയവാനാത്തുകളെ രഹസ്യങ്ങൾ, ചില ജമാദാത്തുകളെ രഹസ്യങ്ങൾ, ചില നബാത്താത്തുകളെ രഹസ്യങ്ങൾ, അതൊക്കെ പടിപടിയായി തബ്ലീഗു ശൈഇ ഇലാ കമാലിഹി ശൈഅൻ ഫശൈഅ എന്ന് പറഞ്ഞതുപോലെ പടിപടിയായി ചില രഹസ്യങ്ങൾ ഇങ്ങനെ ഇട്ടുകൊടുക്കും. അപ്പോ ആ ചില രഹസ്യങ്ങൾ ഇങ്ങനെ അറിയലോടുകൂടെ അവനക്കൊരു തുമനീനത്ത് വരും. അവന്റെ ഹൃദയത്തിലേക്ക് കുഞ്ഞു കുഞ്ഞു പ്രകാശങ്ങൾ ഇങ്ങനെ കടക്കാൻ തുടങ്ങും. അള്ളാഹുവിന്റെ തജല്ലിയാത്തിന്റെ അംശങ്ങൾ ഇങ്ങനെ കടക്കാൻ തുടങ്ങും. അവിടെ അള്ളാഹുവിന്റെ ഇൽമ് എന്ന് പറയുന്ന സാധനം അവിടെ വരും. ഹിൽമ് അവിടെ വരും. അപ്പോ ഇൽമു കൊണ്ടും അമലുകൊണ്ടും ഒക്കെ ഓനെ തഹ്ലിയത്ത് ചെയ്യും, അലങ്കരിക്കണം ഓന്റെ ഹൃദയം. ഓന്റെ ഹൃദയം വിജ്ഞാനം കൊണ്ട് എന്ത് ചെയ്യണം? മസറാറുകൾ കൊണ്ട് ഓന്റെ ഹൃദയം എന്ത് ചെയ്യണം? അലങ്കരിക്കണം. വിനയം അവിടെ വേണം. റഹ്മത്ത് ഓന്റെ ഹൃദയത്തിൽ ഉണ്ടാവണം. വിനയം കൊണ്ട് ഓന്റെ ഹൃദയം അലങ്കരിക്കുക. റഹ്മത്ത് കൊണ്ട്, സഹജീവികളോടുള്ള കാരുണ്യം കൊണ്ട്, മാതാപിതാക്കളോടുള്ള മഹബത്ത് കൊണ്ട്, ഉസ്താദുമാരോടുള്ള ഗുരുത്വപൊരുത്തം കൊണ്ട്, അയൽവാസികളോടുള്ള സ്നേഹം കൊണ്ട്, കുട്ടികളോടുള്ള വാത്സല്യം കൊണ്ട് ഓന്റെ ഹൃദയത്തിനെ നന്മ കൊണ്ട് അലങ്കരിക്കുമ്പോ തഹ്ലിയത്തും കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന്റെ തജല്ലി അള്ളാഹു താല അവിടെ ഇറക്കുകയാണ്. അള്ളാഹുവിന്റെ തജല്ലി എല്ലാ ഭൂമിയിലും, ഹൃദയ ഭൂമികയിലും പ്രവേശിക്കൂല. എല്ലാ ഹൃദയ ഭൂമികൾക്കും താങ്ങാൻ പറ്റുന്നതല്ല അള്ളാഹുവിന്റെ മഅരിഫത്തും അള്ളാഹുവിന്റെ തജല്ലിയാത്തുകളൊക്കെ. അത് താങ്ങാൻ പറ്റുന്ന കട്ടി ഓന്റെ ഹൃദയത്തിനുണ്ടാവണം, ഹിമ്മത്ത് ഓന്റെ ഹൃദയത്തിനുണ്ടാകണം. അതിനെന്ത് വേണം? കച്ചറകൾ പൂർണ്ണമായി നീക്കണം അവിടുന്ന്. എന്നിട്ട് ഇൽമും ഇർഫാനും അതുപോലെ തന്നെ പിന്നെ വിനയവും താഴ്മയും സഹജീവികളോടുള്ള ബഹുമാനവും ആദരവും കൊണ്ട് ഓന്റെ ഹൃദയം അങ്ങ് ഭംഗിയാക്കണം. എങ്കിൽ അള്ളാഹുവിന്റെ തജല്ലി അവിടെ ഇറങ്ങും. അള്ളാഹുവിന്റെ തജല്ലി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവന്റെ ജീവിതം മനോഹരമാണ്. അവന്റെ ശ്രദ്ധ ദുന്യവിയായ ഒരു കാര്യങ്ങളിലേക്കും അവന്റെ ശ്രദ്ധ പതിയൂല. അവന്റെ ചിന്ത അല്ലാ എന്നുള്ള ചിന്തയല്ലാതെ വേറെ ഒരു ചിന്തക്കും അവനെ മാറ്റിമറിക്കാൻ കഴിയില്ല. അവനെ കീറി മുറിച്ചാലും വാളുകൊണ്ട് ഊർന്നാലും അവനക്കതൊരു പ്രശ്നമേ അല്ല. ബഹുമാനപ്പെട്ട സയ്യിദുന മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു, അള്ളാഹുവിന്റെ മഅരിഫത്തിന്റെ ഒരു അംശം ബഹുമാനപ്പെട്ട മഅറൂഫുൽ ഖർഖി എന്ന് പറയുന്ന മഹാൻ കണ്ടപ്പോ പിന്നെ ആ കണ്ണൊന്ന് ചിമ്മാൻ പോലും മഹാന് കഴിഞ്ഞില്ല. അള്ളാഹുവിന്റെ ആ ഹളറത്തുൽ ഖുദ്സിലേക്കുള്ള നോട്ടം ഒരൊറ്റ ഇമ കൊണ്ടുപോലും ചിമ്മാൻ പറ്റാത്ത വിധം മനോഹരമാക്കിയെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം അതുപോലെയാകണം. നമ്മൾ അതുപോലെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഹുസ്നുദ്ദന്ന് നമുക്കുണ്ടായിരിക്കണം. നമ്മളൊക്കെ വിചാരം നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നമ്മൾ നോമ്പ് നോൽക്കുന്നുണ്ട്, മറ്റു അമാലുകൾ ചെയ്യുന്നുണ്ട്, അദ്കാറുകൾ ചെല്ലുന്നുണ്ട്, സ്വലാത്തുകൾ ചെല്ലുന്നുണ്ട്. അല്ലാഹു തആല കൃത്യമായി ചെയ്യാൻ വേണ്ടി പറഞ്ഞ, അതാത് സമയങ്ങളിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞ കാര്യത്തിനൊന്നും നമുക്ക് പ്രതിഫലം നൽകുന്നില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അല്ല, അല്ലാഹു തആല പടിപടിയായി ഘട്ടം ഘട്ടമായി നമ്മൾ ഉയർത്തുന്നുണ്ട്. നമുക്കത് മനസ്സിലാകുന്നില്ല എന്നാണ്.
അള്ളാഹുത്താല നമ്മുടെ ഗഫലത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല യഖ്ലത്തിലേക്ക് നമ്മളെ മാറ്റുന്നുണ്ട്. പാപത്തിൽ നിന്ന് ത്വഅത്തിലേക്ക് നമ്മളെ മാറ്റുന്നുണ്ട്. നമുക്കുള്ള അദാബുകൾ അള്ളാഹുത്താല തട്ടിമാറ്റുന്നുണ്ട്. നമുക്ക് സുഹൃതങ്ങൾ കൊണ്ട് അള്ളാഹുത്താല പൊതിയുന്നുണ്ട്. അതൊക്കെ അള്ളാഹു നമുക്ക് നൽകുന്ന ദുനിയാവിൽ വെച്ച് തന്നെ നൽകുന്ന പ്രതിഫലമാണ്. അതുകൊണ്ട് എൻ്റെ റബ്ബ് കടം പറയുന്നവനാണ്. ഞാനൊരു കാര്യം ചെയ്താൽ ആ സ്പോട്ടിൽ എൻ്റെ റബ്ബ് തരണ്ടേ? അങ്ങനത്തവനല്ലേ ഇലാഹി എന്ന് ഒരാളും ചിന്തിക്കണ്ട. ഓൺ ദ സ്പോട്ടിൽ തന്നെ പരമ്പൊരുളാകുന്ന അള്ളാഹു നിങ്ങളെ കാണുന്നുണ്ട്, നിങ്ങളെ അറിയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരി പ്രപഞ്ചനാഥനാകുന്ന പരമ്പൊരുളാകുന്ന അള്ളാഹു തആല നിങ്ങൾ ആഖിറത്തിലേക്ക് വരാൻ കാത്തു നിൽക്കുകയാണ്. നിങ്ങൾ അള്ളാഹു തആല പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ഖലഖ്തുക ലിനഫ്സി, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞില്ലേ, ഖലഖ്തുക, ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത് ലിനഫ്സി, എനിക്ക് വേണ്ടിയിട്ടാണ്, എനിക്ക് വേണ്ടിയിട്ടാണ്. അള്ളാഹു തആലക്ക് വേണ്ടി പടച്ച നമ്മളെ അള്ളാഹു തആല വെറും കൈയോടെ ആക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ അള്ളാഹുവിനെ കാത്തിരിക്കുക. ആ നാളെ ആഖിറമാകുന്ന ലോകത്ത് നമ്മൾ ചെയ്ത ഓരോ കാര്യങ്ങൾക്കും അള്ളാഹു തആല എണ്ണം പറഞ്ഞ് ഇരട്ടിയായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം നൽകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരുങ്ങി തയ്യാറാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മഹ്ള് ഫദ്ല് കൊണ്ട് ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ തജല്ലിയാത്തുകൾ വരുന്ന, ഉൾക്കാഴ്ച ലഭിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഞാൻ ദറസിൽ 10-16 കുട്ടികളുണ്ട്. ഈ പ്രാവശ്യം കോളേജിലേക്ക് പോകുന്ന കുട്ടിയുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ ക്ലാസ്സിനിരുന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ക്ലാസ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഹിക്കം ക്ലാസ് എടുക്കാൻ ചില സമയങ്ങളിൽ പ്രയാസമായതുകൊണ്ടാണ് ഹിക്കം ക്ലാസ് വൈകുന്നത്. ഇൻഷാ അള്ളാഹ് ഒരു 4-5 ക്ലാസ്സും കൂടി ഇൻഷാ അള്ളാഹ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച് ക്ലാസ് എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി. നിങ്ങളെല്ലാവരും അതിൽ ക്ഷമിക്കണമെന്ന് വളരെ വിനയത്തോടുകൂടെ അറിയിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഹിക്കം എന്ന് പറയുന്ന ഏറ്റവും ഉന്നതമായ ഈ ഗ്രന്ഥം അത് പൂർണ്ണമായി മനസ്സിലാക്കാനും അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് പഠിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും സാധുവായനയ്ക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് വളരെ വിനയത്തോടുകൂടെ അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.